സാറിൻ്റെ കൂടെ അടിപറ്റൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സാറിൻ്റെ ആ വേർഷൻ വന്ന് അല്ലല്ല, സാർ ചെന്നൈയിലും ഞാൻ കൊച്ചിയിലോ പാടി. അപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ഭാഗ്യം ഉണ്ടായില്ല. വോയിസ് ഒരുമിച്ച് വന്നു. പാടിയത് ഒരു എനിക്ക് തോന്നുന്നു 100-700ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആൽബംസും ഡിവോഷണൽസും അങ്ങനെയൊക്കെ ആയിട്ട്. മൂവീസ് ഇപ്പം ഇത് 8th സോങ് ആണ് കർണിക. അപ്പം പിന്നെ ചിത്ര ചേച്ചിയോട് ഭയങ്കര അടുപ്പം കൊച്ചിലെ തൊട്ടുണ്ട്. നേരിട്ട് ഈ ഇടയ്ക്ക് കാണാൻ പറ്റി. നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പേഴ്സണലായിട്ടൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഈ അടുത്തൊരു മൂവിയുടെ ഒരു പാർട്ടിന്റെ റെക്കോർഡിങ് സമയത്ത് ഒരുമിച്ച് കിട്ടി. ഒത്തിരി സന്തോഷമുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ചെയ്യാറുണ്ട്, കമ്പോസിംഗ് ഒക്കെ. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രോജക്ട്സ് ചെയ്യാറുണ്ട്. ലൈക്ക് ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടി. ഇതുവരെ പുറത്ത് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരാഗ്രഹം. ഫസ്റ്റ് മൂവി ദാസാറിനോട് ഒരു ഡുവറ്റ് ആണ് പാടിയിരുന്നത്, സ്ഥാനം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് പാട്ട് തന്നെ. അതിനുശേഷം പിന്നെ എനിക്കൊന്ന് ഫെമിലിയർ ആയിട്ടുള്ള പാട്ട് KGF 2 ഗഗനം നീ എന്നുള്ള പാട്ടാണ്. ഗഗനം നീ, ഭുവനം നീ, ശിശിരം നീ, ധരണി തൻ എരിവയിൽ തണല് നീ, ഉദയം നീ, ഉൽക്ക നീ, സർവം നീ, ചരിതമായി മാറണം നീ നീ, യുഗയുഗാന്തരങ്ങളാക നീ, ഉലകിതിൻ്റെ നാഥനാണ് നീ, തടയുമലകളായിരം മുന്നിൽ ഭയമിഴാത്ത നാവികനെതിരെ ചരിതമായി മാറണം നീ നീ, ചരിതമായി മാറണം നീ നീ. ഓഗസ്റ്റ് 23 റിലീസ് ആവുന്ന കർണിക എന്ന സിനിമയിലെ സിംഗറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, ഹലോ, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ കർണിക റിലീസാണ് അടുത്ത ആഴ്ച, സോ വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് മൂവിയാണോ പാടുന്നത്? ഫസ്റ്റ് മൂവി അല്ല, ഫസ്റ്റ് മൂവി ദാസാറിനോട് ഒരു ഡുവറ്റ് ആണ് പാടിയിരുന്നത്, സ്ഥാനം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് പാട്ട് തന്നെ. അതിനുശേഷം പിന്നെ എനിക്കൊന്ന് ഫെമിലിയർ ആയിട്ടുള്ള പാട്ട് KGF 2 ഗഗനം നീ എന്നുള്ള പാട്ടാണ്. അപ്പോ എങ്ങനെയാണ് ആ ഫസ്റ്റ് ഒരു പാട്ടിന്റെ ആ ഒരു തുടക്കം എങ്ങനെയാണ്? ഫസ്റ്റ് പാട്ട് അതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു. ഞാൻ സോളോ പാടിയതാണ്. അതിനുശേഷം മ്യൂസിക് ഡയറക്ടർ കൂടെ അത് ദാസാറിനെ കൊണ്ട് പാടിക്കാനൊരു തീരുമാനം എടുത്തു. ദൈവാനുഗ്രഹത്താൽ ഫീമെയിൽ വേർഷനിൽ നിന്ന് എന്നെ മാറ്റിയില്ല. സോ അങ്ങനെ ഫൈനലിൽ വന്നു. മ്യൂസിക് ഡയറക്ടറെ ഞാൻ അറിയുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഫസ്റ്റ് മൂവിയാണ് സാം കടമനിട്ട എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പം സാറിൻ്റെ കൂടെ അടിപറ്റൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സാറിൻ്റെ ആ വേർഷൻ വന്ന് അല്ലല്ല, സാർ ചെന്നൈയിലും ഞാൻ കൊച്ചിയിലോ പാടി. അപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ഭാഗ്യം ഉണ്ടായില്ല. വോയിസ് ഒരുമിച്ച് വന്നു. സിറ്റുവേഷനിൽ മുത്തശ്ശനും കൊച്ചുമോളുമാണ്. സോ അപ്പം ഞാൻ എനിക്കൊന്നൊരു 5-6 വർഷമായി പാടിയിട്ട്. അപ്പം വോയിസും കുറച്ചുകൂടെ ചെറിയ വോയിസ് ആയിരുന്നു. അപ്പം കറക്റ്റായിട്ട് വന്നു. 6 വർഷം മുമ്പാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതിനുമുമ്പ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. 1 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം പാഷൻ മ്യൂസിക് ആയതുകൊണ്ട് അത് പെർസ്യൂ ചെയ്യാമെന്ന് വെച്ചു. കംപ്ലീറ്റ്ലി വിട്ടു മ്യൂസിക്കിലേക്ക്. പാടിയത് ഒരു എനിക്ക് തോന്നുന്നു 100-700ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആൽബംസും ഡിവോഷണൽസും അങ്ങനെയൊക്കെ ആയിട്ട്. മൂവീസ് ഇപ്പം ഇത് 8th സോങ് ആണ് കർണിക. ഇതുവരെ പാടിയതിൽ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ട പാട്ട് എല്ലാ ദിവസവും കേൾക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കൂടുതലും ബാക്കിയുള്ളവരുടെ പാട്ടുകളാണ് കേൾക്കാറ്. ബിക്കോസ് നമുക്ക് ലേണിംഗ് വേണമല്ലോ, അപ്പൊ പഠിക്കാനായിട്ട്. എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് ചിത്ര ചേച്ചിയാണ്. പിന്നെ ലതാജി, ജാനകി അമ്മ, എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കും. അതുപോലെ ഹരിജി, ദാസർ, SPB എല്ലാവരും. അപ്പം അവരുടെ എല്ലാം വലിയ ഫാനാണ്. അപ്പം പിന്നെ ചിത്ര ചേച്ചിയോട് ഭയങ്കര അടുപ്പം കൊച്ചിലെ തൊട്ടുണ്ട്. നേരിട്ട് ഈ ഇടയ്ക്ക് കാണാൻ പറ്റി. നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പേഴ്സണലായിട്ടൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഈ അടുത്തൊരു മൂവിയുടെ ഒരു പാർട്ടിന്റെ റെക്കോർഡിങ് സമയത്ത് ഒരുമിച്ച് കിട്ടി. ഒത്തിരി സന്തോഷമുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നു. ആഗ്രഹമുണ്ട് പിന്നെ തീർച്ചയായിട്ടും. സ്റ്റേജിലാണെങ്കിലും ഒക്കെ പാടുമ്പോഴും സിനിമയിൽ പാടുമ്പോഴും ഒരു ചേഞ്ച് എന്താണ്? റെക്കോർഡിങ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത്, ഇത് റെക്കോർഡഡ് ആയിട്ട് വരുന്നൊരു ഇതാണല്ലോ. അപ്പം കുറച്ചുകൂടെ അതിലേക്ക് ഫോക്കസ് ചെയ്യും. ലൈവ് ആകുമ്പോൾ നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റ് ആണ് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നത്. രണ്ടിനും രണ്ടിൻ്റെതായ എളുപ്പം, ഈസിനെസ് അല്ല,
പണിയുണ്ട് പണിയുണ്ട്. പണിയുണ്ട്. അപ്പം ഫിയർ ഉണ്ടാവും ശരിക്കും. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഫിയർ ഉണ്ടാവാറുണ്ട്. അതിലൊരു മാറ്റമില്ല. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഓരോ സ്റ്റേജ് നമുക്ക് ന്യൂ ആണ്, ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ ഓഡിയൻസ് ആണ്. അപ്പോൾ ഇപ്പോഴും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ കൂടുതലും ചെയ്യാറുള്ള റെക്കോർഡിങ്സ് ആണ്. അപ്പം അതിലേക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഫേവറേറ്റ് പാട്ട് കർണികയിലെ പാട്ട് എനിക്കൊരു ഡിഫറൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ പാടിയിട്ടുള്ളതിൽ വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ട്രൈ ചെയ്യാത്തൊരു എന്നെ കൊണ്ട് ആരും ട്രൈ ചെയ്യിപ്പിച്ചിട്ടില്ല. അരുൺ ചേട്ടനാണ് അത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത്. ഏത് പാട്ടാണ്? കോവിലാം എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് സോങ് ആണ്. ഡാൻസ് സോങ് ആണ്. ഒറ്റ പാട്ടാണ് ഇതിനകത്തൊരു പാട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് സിനിമയുടെ കഥ കേട്ടത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഫുൾ മൂവി എനിക്ക് ഇപ്പോഴും സസ്പെൻസ് ആണ്, അറിയില്ല, മിസ്റ്ററി തന്നെയാണ്. വെയിറ്റിംഗ് ആണ്, തിയേറ്ററിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. അരുൺ ചേട്ടനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. അരുൺ ചേട്ടൻ്റെ നിരവധി അതെ ആളുടെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയിൽ പാർട്ടാക്കി. അപ്പം ചേട്ടൻ്റെ കുറച്ച് മ്യൂസിക് വീഡിയോസിലൊക്കെ പാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട്. അരുൺ ചേട്ടൻ മ്യൂസിക് ഡയറക്ടർ ആണ് ബേസിക്കലി. അപ്പം അതെ അതെ. അപ്പം പുള്ളി ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഒരു ടാലൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം ഞങ്ങളും ഓൺലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഈ മൂവിയുടെ പാർട്ടായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതെ 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 തന്നെയാണ്. അങ്ങനെ അപ്പം അങ്ങനെ ഒരു പരിചയം വഴിയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയിൽ തന്നെ അങ്ങനെ ഒരു പാർട്ടാക്കിയതിൽ ചേട്ടനോടും വലിയൊരു താങ്ക്സ് പറയണം. അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടും സോഹൻ റോയ് സാറും അഭിനയ മാമും ഒക്കെ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫൈനലിലേക്ക് ഈ പ്രോജക്റ്റ് എൻ്റെ വോയിസ് വരില്ല എന്തായാലും. അപ്പോൾ ആ കാര്യത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. പാട്ടാണ് യൂട്യൂബിൽ നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീൽ? എങ്ങനെയാണ് ഭയങ്കര ഒരു സന്തോഷം. എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരുപാട് നല്ല ഫീഡ്ബാക്സ് വന്നു. ജെനുവിൻലി ഒരുപാട് നല്ല ഫീഡ്ബാക്സ് വന്നു. ഇതുവരെ എൻ്റെ കേൾക്കാത്തൊരു വോയിസ് കൾച്ചർ അല്ലെങ്കിൽ ഒരു രീതി, റെൻഡറിങ് രീതി തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നല്ല വർക്കുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ദൈവത്തോടും നന്ദി പറയാണ്. മലയാളത്തിൽ മാത്രമാണോ അതോ മറ്റുള്ള ഭാഷകളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്? മറ്റുള്ള ഭാഷകളിൽ പാടിയിട്ടുണ്ട്, മൂവീസിലേക്ക് വന്നിട്ടില്ല. KGF ആക്ച്വലി 2 തമിഴ് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലിൽ വന്നത് മലയാളമാണ് ഫൈനലിൽ വന്നിട്ടുള്ളൂ. പാടിയിരുന്നു, പാടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രീമായിട്ട് ആരോടൊപ്പം പാടണമെന്നാണ് ആഗ്രഹം? ഓൾറെഡി അല്ലാതെ അത് കുറച്ച് എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സിൽ ആ സമയത്ത് റിവീൽ ചെയ്യുന്ന കുറച്ച് ഡ്രീംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പറഞ്ഞ ആ ഒരു സന്തോഷം കളയണ്ടെന്ന് തോന്നുന്നു. ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോഴാണല്ലോ. അപ്പൊ ഇപ്പൊ നല്ല നല്ല പ്രോജക്ട്സിന്റെ ഭാഗമാകാണ് വലിയ ആഗ്രഹം. നല്ലൊരു സിംഗറായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ, ബെസ്റ്റ് വേർഷനിലേക്ക് ഗ്രാജുവലി എത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിലേക്ക് നമ്മൾ നല്ല മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ആകുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ പോയിന്റുകളിലേക്ക് ആ ഓരോരുത്തരിലേക്ക് എത്താൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിലവിലില്ല, ഉള്ളി സിംഗിങ് മാത്രമേ ഇപ്പോൾ ഫോക്കസ് ഉള്ളൂ. പിന്നെ ലൈക്ക് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ചെയ്യാറുണ്ട്, കമ്പോസിംഗ് ഒക്കെ. മ്യൂസിക് ഡയറക്ടറായിട്ട് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രോജക്ട്സ് ചെയ്യാറുണ്ട്. ലൈക്ക് ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടി. ഇതുവരെ പുറത്ത് അങ്ങനെയാണ്, ചെറുതായിട്ടൊക്കെ ഒരാഗ്രഹം. യൂട്യൂബ് ചാനൽ അന്ന ബേബി ഒഫീഷ്യൽ. ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ച് പ്രോജക്ട്സ് വരുന്നുണ്ട്. പിന്നെ ഓണം സോങ് വരുന്നുണ്ട്. എൻ്റെ ഒരു കോമ്പോസിഷൻ ഓണം സോങ് വരുന്നുണ്ട്. അതെ, ഓണത്തിനോടനുബന്ധിച്ച്. പിന്നെ കുറച്ച് അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പം അതൊക്കെ നല്ല രീതിക്ക് പോകണം. നല്ലൊരു പ്രോജക്ട്സ് നല്ല പ്രോഡക്റ്റ് നല്ലൊരു ഔട്ട്കമ്മിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ ഇപ്പം മൊത്തമായിട്ട് സിംഗിങ്, പിന്നെ കുഞ്ഞുണ്ട്. പഠിപ്പിക്കലില്ല, ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം നിലവിൽ നമ്മളൊരു എന്താ പറയുക, പഠനം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് വോക്കൽ പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർണാട്ടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പോഴും. ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഭാവി ഇല്ല. അതെ അതെ, ഉറപ്പായിട്ടും അതൊരിക്കലും തീരത്തില്ല. ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം. ഉറപ്പായിട്ടും. കോവിലാമെൻ്റെ ഉള്ളിലെ നിന്റെ രൂപമേ കൊന്നു സാന്ത്വനം അമ്മേ, മാല്യമായെൻ്റെ നോവുകൾ നിന്റെ കൈകളിൽ കോർത്തു നൽകിടാം അമ്മേ.
നാലമ്പലത്തിൽ മൺചിരാതിൽ ദീപാർച്ചനയ്ക്കായി തിരി തെളിക്കാൻ അടിയെന്നൊരിടമേകി നീയും ആനന്ദവരദായി നീ. ഒരു ഡിവോഷണൽ കൈൻഡ് ഓഫ് സോങ് ആണ്. അതെ, ഒരു ദേവിയുടെ മുൻപിലാണ് ഈ ഡാൻസ് പെർഫോമൻസ് വരുന്നത്. ആ ഒരു വൈബും മൂഡുമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് വരുന്നതാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളെപ്പോലെ തന്നെ. നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും. ട്രെയിലർ ഒത്തിരി സസ്പെൻസ് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അറിയില്ലല്ലോ. സോ എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്കളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, ഡ്രീം എല്ലാം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.